ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് റൂം ക്ലീൻ ആക്കാം. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളത്. ഇനിയും ഞാൻ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബ്, വർക്ക് ഇതെല്ലാം കാരണം എൻ്റെ ഈ റൂം കൂടുതൽ കൂടുതൽ വൃത്തികേടാവുകയുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചെയ്ത കാര്യം കർട്ടൻസ് മാറ്റുക എന്നുള്ളതായിരുന്നു. ഈ നീല കർട്ടൻ ഇടുമ്പോൾ എന്തോ സൂര്യനൊന്നും എൻ്റെ റൂമിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വെള്ള കർട്ടൻസ് ഇടാമെന്നുള്ള ഐഡിയ വന്നപ്പോൾ എനിക്ക് തോന്നി എന്തായാലും റൂമിൽ നന്നായിട്ട് വെളിച്ചമൊക്കെ കയറും, അപ്പോൾ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അത് സക്സസ്ഫുള്ളായി എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചറായിരുന്നു ഈ കാണുന്ന ലീവ്സ്. ഈ റൂമിലെ പച്ചപ്പും ഹരിതാപ്പയൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പറ്റിയ ഒരു സാധനമാണ് ഈ കാണുന്ന ലീവ്സ്. ഞാനിത് മേടിച്ചത് മീഷോയിനായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിങ്ങനെ മേടിച്ച് ഭിത്തി കൂടെയൊക്കെ ഇങ്ങനെ തൂക്കണം കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ എപ്പോഴും കുറേ ഫോട്ടോസിൽ ഈ മിററിൻ്റെയും അതുപോലെ തന്നെ ടേബിളിൻ്റെ ഒക്കെ സൈഡിൽ ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ വളരെയധികം ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു പ്രൊഡക്റ്റായിരുന്നു ഇത് കൊള്ളാട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ റൂം നമ്മുടെ സ്പേസാണ്. അതുകൊണ്ട് തന്നെ ഈ റൂം നല്ല എസ്തെറ്റിക് ആക്കാൻ വേണ്ടി ഇതുപോലുള്ള ലീവ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. റൂം വളരെ വൃത്തിയായിട്ട് കിടന്നാലും മതി. ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ റൂം ഒന്ന് ചേഞ്ച് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രൊഡക്ട്സ് മീഷോയിൽ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഈ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ റൂമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏറ്റവും വൃത്തികേടായിട്ട് കിടന്ന ഒരു സ്പേസ് ആയിരുന്നു ഈ കാണുന്നത്. ഈ ടേബിളിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചാലോ? വാ. ടേബിൾ മേടിച്ചപ്പോൾ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഈ ടേബിളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനോർത്തു അതും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാന്ന്. എന്തായാലും ഇന്നൊരു ക്ലീനിങ് ദിവസമായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ ഈ ടേബിൾ മാത്രമായിട്ട് വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഈ ബുക്സ് എല്ലാം ഞാൻ വായിച്ചതാണ് കേട്ടോ. എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. ഏത് ബുക്ക് ഇറങ്ങിയാലും അപ്പം തന്നെ എൻ്റെ റിവ്യൂസൊക്കെ ഓടിപ്പോയി നോക്കിയിട്ട് ഞാനും ആമസോണിൽ നിന്ന് ബുക്ക് ഓർഡർ ചെയ്ത് മേടിക്കും. ക്ലീൻ ആക്കൽ പരിപാടിയൊക്കെ ഞാൻ തുടങ്ങിയത് രാവിലെയാണ്, പക്ഷേ തീർന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഷടപടേന്ന് പരിപാടികൾ തീരുന്നുണ്ടെങ്കിലും ഈ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പാടുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷേ നമുക്കിതൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് റൂം ക്ലീൻ ആക്കുക എന്നുള്ളത്. സാധാരണ എൻ്റെ അമ്മ എല്ലാ റൂമും ക്ലീൻ ആക്കാൻ കയറാറുണ്ട്. പക്ഷെ ഞാൻ പറയും എൻ്റെ റൂം ഞാൻ ക്ലീൻ ആക്കിക്കോളാം. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ നോക്കുന്ന സാധനങ്ങളെല്ലാം എൻ്റെ കയ്യെത്തും ദൂരത്ത് വേണം. അമ്മ വന്നിട്ട് എന്തെങ്കിലും ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ ആ സാധനം ഈ റൂമിൽ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അമ്മ ഒന്ന് റൂം ക്ലീൻ ആക്കാൻ കയറിയതിൻ്റെ ആട്ടോ ഈ ചുറ്റിക ഇവിടെ ഇരിക്കുന്നത്. എന്ത് കണ്ടാലും ഇതിനകത്ത് കൊണ്ട് വെക്കുക എന്നുള്ളൊരു പരിപാടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഈ റൂം ഞാൻ ക്ലീൻ ആക്കിക്കോളാമെന്ന്.
അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.